പ്രിയപ്പെട്ട സലീമേട്ടൻ 1000 പ്രണാമം. അതിനോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് സോറി സോറി സോറി. ഈ സോറി എന്തിനാണെന്നറിയോ? നമ്മുടെ നാട്ടിലുള്ള ബോധമില്ലാത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹം അസുഖം വന്നിട്ട് ആശുപത്രിയിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾക്കൊക്കെ വരുന്ന ഒരുപാട് കമൻറ്റുകൾ നിങ്ങൾ വായിച്ചു നോക്കി. നിങ്ങൾ വായിച്ചു നോക്ക്. ഏതെങ്കിലും മനസ്സിൽ കല്ലല്ലാത്ത നല്ല മനസ്സുള്ള മനുഷ്യന് ഇത് കണ്ട് സഹിക്കാൻ പറ്റുമോ? അതിനിപ്പോൾ സലീമേട്ടൻ എന്നല്ല, ജീവിതത്തിൽ ആരായാലും സത്യം പറഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നടാ? ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട് പോലും ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ മാത്രം നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങളൊരു മനുഷ്യരല്ലേ? നിങ്ങളാരും മനുഷ്യനല്ലേ? സത്യം ചോദിക്കുക. സ്വന്തം 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടിക്കുന്ന അമ്മയുള്ള നാട്, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്നവരുടെ നാട്, സ്വന്തം മകളെ 5 വയസ്സ് പോലും പ്രായമില്ലാത്ത മക്കളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാരുള്ള നാട്. എന്തൊരു ദുരന്തമാ ഇതൊക്കെ! പഴയ കാലത്ത് നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടും കേട്ടും വളർന്ന ഒരുപാട് ന്യൂസുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ. എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചൊരു ശത്രു മരണക്കിടക്കയിൽ അവസാന ശ്വാസമെടുത്ത് കിടക്കുന്നു എന്നറിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പടച്ചോനോട് ദുആ ചെയ്തേനെ, പടച്ച റബ്ബേ അയാൾക്കൊന്നും വരുത്തല്ലേന്ന്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു നിമിഷമെങ്കിലും നമ്മുടെ ഉള്ളിലൊരു സങ്കടം തോന്നും. അതുപോലും തോന്നില്ല. കാരണം ഈ സലീമേട്ടൻ നിങ്ങൾ എന്ത് ചെയ്തടാ? അയാൾ ചെയ്തത് UDF ജയിച്ച സമയത്ത് സ്റ്റേജിൽ കയറി ഇരുന്നതാണോ തെറ്റ്? അതാണോ നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ രാജ്യദ്രോഹം? എന്തെന്നും മനുഷ്യരാ, ശരിക്കും ചോദിക്കുക, എന്തെന്ന് മനുഷ്യരാ? നിന്റെയൊക്കെ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വലിച്ചെറിയാറാണോ പതിവ്? എനിക്ക് തോന്നുന്നത് നിന്റെയൊക്കെ മനസ്സ് കണ്ടിട്ട്, നിന്റെ ഈ കമൻ്റൊക്കെ വായിക്കുമ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നീയൊക്കെ സ്വന്തം തള്ളയ്ക്ക് വിഷം കൊടുത്ത് കൊന്നാൽ പോലും സന്തോഷത്തോടെ നോക്കിയേക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോറിൽ കലക്കി കൊടുക്കും. അതുപോലത്തെ മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് നീയൊക്കെ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ ഉണ്ടാകുന്ന മക്കളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള മക്കളുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണേ. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാർ മരിച്ച സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ കസേരയിലിരിക്കുകയാണ്. മുഖ്യമന്ത്രി വന്നപ്പോൾ പുള്ളി ഒന്നും നോക്കുപോലും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ നോക്കാത്തതിന്റെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ പുള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നത് അച്ഛനാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നെന്നോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നെന്ന്, ഇനിയിപ്പോൾ ലോകം ഭരിക്കുന്ന പ്രസിഡന്റ് വന്നെന്ന് പറഞ്ഞാലും തൊട്ട് മുമ്പിൽ കിടക്കുന്ന അച്ഛനാണ്. മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളതല്ല ആ സമയം. അവിടെ ഒന്നിനെക്കുറിച്ചും ബോധേഡായിട്ട് നിൽക്കുന്ന സമയമല്ല അത്. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ചിലപ്പോൾ കരഞ്ഞു പോകുന്നൊരു സമയത്ത് ഇമാതിരി കൂടെ കമൻറ്റ് ഇട്ടിട്ട്, എല്ലാവർക്കും ഫോണും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, അതുകൊണ്ട് തന്നെ കയ്യിലൊന്ന് ഞെക്കി പിടിച്ചാൽ മതി, കമൻറ്റ് പോകും. പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്നത് മൊത്തം നിൻ്റെയൊക്കെ മനസ്സാണ് എന്ന് മനസ്സിലാക്കുന്നൊരു സാഹചര്യത്തിലാണ് സത്യം പറഞ്ഞാൽ കുറ്റബോധം തോന്നുന്നത്. ഇത്രയും കാലം എവിടെ ചെന്നാലും മലയാളി എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമായിരുന്നു. കാരണം എന്തിലും, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും മാനേഴ്സിൻ്റെ കാര്യത്തിലായാലും, ലിറ്ററസി സാക്ഷരത കേരളം. ശരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൊലിഞ്ഞ കേരളമാ. നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞ കേരളത്തിന് അപമാനമായിട്ട് കൊണ്ടെടുക്കാൻ ഇതുപോലത്തെ കുറച്ച് പേര് മതി. കാരണം 2 പേര് തീവ്രവാദിയായ ഒരു സമുദായം മുഴുവനും തീവ്രവാദി എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ടുള്ള നാടാണ് നമ്മുടേത്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പേര് മതി. ഇപ്പം മലയാളികൾ ഏറ്റവും നീറ്റായിട്ടുള്ള സിറ്റിയിലൊക്കെ പോയിട്ട് ഓണാഘോഷമൊക്കെ വെള്ളമടിച്ചിട്ട് കാണിക്കുന്ന രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ കൾച്ചർ എത്രത്തോളം താഴോട്ട് പോകുന്നു എന്നുള്ളത്. നമ്മൾ നോർത്ത് ഇന്ത്യൻസിനെ കളിയാക്കും. നോർത്ത് ഇന്ത്യൻസ് 1992 നമ്മൾ 2026, ജപ്പാൻ 2050, ചൈന 2080 എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും പിറകോട്ടാ പോകുന്നത്. നമ്മൾ ഫോർവേഡ് ഇല്ല, ബാക്കാ, റിവേഴ്സ് ഗിയറിലാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ആ ചിന്താഗതി മാറ്റണം. സത്യം എൻ്റെ എനിക്ക് നല്ല വിഷമുണ്ടാക്കിയൊരു കാര്യമായതുകൊണ്ടാണ്. എന്തിനാടാ, എങ്ങനെ സാധിക്കുന്നടാ ഒരു മനുഷ്യൻ്റെ മരണത്തിന് പോലും നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ആക്കി എടുക്കാൻ?